ഹായ് വോസ് വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ മാതാവരം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ബാക്കിൽ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഫ്ലൂട്ടഡ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ലോവർ പാനൽ ഉപയോഗിച്ച് അതിൽ ഗോൾഡൻ ലൈൻ വരുന്ന രീതിയിലുള്ള ഒരു ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളതാണ്. സോ അപ്പോൾ അവിടെ എന്ത് ചെയ്യാമെന്നുള്ളൊരു ആലോചന വരുമ്പോൾ നമ്മളവിടെ ഇതുപോലെയുള്ള ഒരു അലുമിനിയത്തിൽ കേർവ് ടൈപ്പ് നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മളതിനെ ടാൻഡമിൽ വരുന്ന ഒരു ഓയിൽ പുള്ളൗട്ടാണ്. വളരെ സോഫ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു പ്രശ്നവും വരത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കംപ്ലീറ്റ് ഒരു എൽ ടൈപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്യൂബ് ഹാൻഡിലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 കളറുള്ള ഷീറ്റാണ് ഇവരിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ താഴെ യൂസ് ചെയ്ത അതേ കളർ തന്നെയാണ് നമ്മൾ അവിടെ ലോഫ്റ്റിന് യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം ചാമ്പ്യൻ സ്റ്റീൽ വർക്ക് ചെയ്തെടുത്തിട്ട് നമ്മളൊരു HPL ഷീറ്റിൽ അത് നമ്മൾ 100% ചെയ്തു തരും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് A1 ഇൻറ്റീരിയേഴ്സിൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. ഹായ് വോസ് വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ മാതാവരം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ നമ്മൾ എൻ്റെ പിന്നിൽ ഈ കാണുന്ന ഈ വീട്ടിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയത്തിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ അലുമിനിയം ഹോം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കിച്ചൺ ഉണ്ട്, അതുപോലെ തന്നെ TV യൂണിറ്റ്സ് ഉണ്ട്, വാർഡ്രോപ്പ് ഉണ്ട്, അങ്ങനെ ഒട്ടനവധി വർക്കുകൾ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ആ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. സോ നമുക്കിപ്പോൾ വീട്ടിനകത്തേക്ക് പോകാം. വരും. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ അകത്തേക്ക് വരികയാണ്. സോ നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ഹോളാണ് ഫസ്റ്റായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഹോളിൽ നിങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു TV യൂണിറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ടോപ്പ് ടു ബോട്ടം വരെ കംപ്ലീറ്റ് ആയിട്ട് ബാക്കിൽ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഫ്ലൂട്ടഡ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ലോവർ പാനൽ ഉപയോഗിച്ച് അതിൽ ഗോൾഡൻ ലൈൻ വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും വുഡ് പ്ലസ് ഗോൾഡൻ ആണ് ഇവിടെ ക്ലൈൻറ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വാളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ലെയർ ടോപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ ലൈറ്റ്സ് ഇടുന്ന രീതിക്കുള്ള ഒരു രീതിയിലാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു പ്രൊജക്ഷനായിട്ട് TVക്ക് ഒരു പ്രൊജക്ഷൻ ഏരിയ വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ TV സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രൊജക്ഷൻ ഏരിയ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ഷീറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് HPL ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിംസ് ആണ് ഈ ഒരു പ്രൊജക്ഷൻ ഏരിയയ്ക്ക് യൂസ് ചെയ്തത്. മോസ്റ്റ്ലി ഈ TV യൂണിറ്റിൻ്റെ കളർ തന്നെ വൈറ്റ് പ്ലസ് ബ്ലാക്ക് ആണ് വരിക. നിങ്ങൾ കണ്ടാൽ അറിയാം, വൈറ്റും TV ബ്ലാക്ക് വരുന്നു, വീണ്ടും വൈറ്റ് പ്ലസ് ടിൻഡർ ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ TV യൂണിറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഇത് എല്ലാവർക്കും ഉള്ള ഒരു പരാതി, ഒരു കോർണർ ഷേപ്പിൽ അലുമിനിയം യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഷാർപ്നെസ് ആയിട്ടുണ്ട്, അത് കീറാനും മറ്റൊക്കെ ചാൻസസ് ഉണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഈ ക്ലയൻറ്റ് കൂടെ നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുമായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളതാണ്. സോ അപ്പോൾ അവിടെ എന്ത് ചെയ്യാമെന്നുള്ളൊരു ആലോചന വരുമ്പോൾ നമ്മളവിടെ ഇതുപോലെയുള്ള ഒരു അലുമിനിയത്തിൽ കേർവ് ടൈപ്പ് നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മളതിനെ ഷാർപ്പാക്കി വിടാതെ നമ്മളതിനെ ഇവിടെ ഈ ഒരു ടൈപ്പാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് വൃത്തിയായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് അതിനെ നമ്മൾ ഇപ്പം നമുക്ക് ഈ ഒരു പോയാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. കണ്ടില്ലേ, അത്രയും ഒരു നല്ലൊരു വൃത്തിയിലാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സോഫ്റ്റ് ക്ലോസിങ് ഡോർസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ മിറർ, അതായത് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് സെറ്റർ ബോക്സ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് HPLൻ്റെ. ഇവിടെ ഒരു പ്രൊജക്ഷൻ ഏരിയ, അതിന് താഴെ തന്നെ ഒരു TV യൂണിറ്റിനായിട്ട് ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു കർവ്ഡ് മിറർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വർക്ക് നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് മാക്സിമം നമ്മൾ ആ സ്പേസ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു TV യൂണിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, TV യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ മാക്സിമം എല്ലാം അലുമിനിയത്തിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതും HPL ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലീറ്റ് ഒരു ഔട്ട്പുട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും ഒരു നൈസ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഹോളിൽ എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിച്ചൺ കാണാം. ഓൾറെഡി ക്ലയൻറ്റ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് എല്ലാ തിങ്സും ഇങ്ങനെ പുറത്തുണ്ട്. അതുകൊണ്ട് പുറം വശത്ത് ഇങ്ങനെ കാണുന്നത് കാര്യമാക്കണ്ട. നമുക്ക്
ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഇതുപോലെ സിങ്ക് ഏരിയ ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിന് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം കട്ട്ലറിയാണ്. ഇതിൽ മാക്സിമം എല്ലാ ഭാഗത്തും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പൂൺസ് ആയാലും ശരി, നീഫ് ആയാലും ശരി, എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ഒരു കട്ട്ലറി, ഇത് ചെറിയ ബൗൾസൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഡ്രോവർ, ആൻഡ് ഇത് പ്ലേറ്റ്സും അതുപോലെ തന്നെ വലിയ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ടൊരു ഡ്രോസും. അതിന് തൊട്ടടുത്തായിട്ട് സിലിണ്ടറാണ് വരുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒരു വെന്റിലേഷൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതും ജസ്റ്റ് കവേർഡാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ഓയിൽ പുള്ളൗട്ട്. ഇത് ടാൻഡമിൽ വരുന്ന ഒരു ഓയിൽ പുള്ളൗട്ടാണ്. വളരെ സോഫ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു പ്രശ്നവും വരത്തില്ല. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു കിച്ചൺ, ഒരു ചെറിയ കിച്ചൺ, അതും യു ടൈപ്പിലുള്ള ഒരു കിച്ചണാണിത്. യു ടൈപ്പിലുള്ള കിച്ചൺ, അതും ഒരു ഓപ്പൺ കിച്ചണാണ്. ഇവിടെ നമ്മൾ മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതും ഒരു രീതിയിൽ നമുക്കത് തടസ്സപ്പെടാത്ത രീതിയിലാണ് നമ്മൾ മാക്സിമം വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു എൽ ടൈപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ സ്റ്റാർട്ടിങ്ങോട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചിമ്നിയാണ് വരുന്നത്. അത് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതല്ലാതെ അവിടെ കിട്ടുന്ന സ്പേസ് നമ്മളൊരു സ്റ്റോറേജ് യൂണിറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് കുറച്ച് ഇവിടെ ഫിക്സഡ് അല്ലാതെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മളതിനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിമ്നി കറക്റ്റായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഈ ഭാഗത്തേക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരു വാൾ ബോക്സ് ആണ്. ഇതിൽ മാക്സിമം നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയേണ്ട കാര്യം അതാണ്, എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും, എന്തെല്ലാം വെയിറ്റ് താങ്ങും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഇത് നിങ്ങൾ കണ്ടാൽ അറിയാം, മാക്സിമം നമുക്ക് ഇതിൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോറ് ഈ സൈഡായിട്ടാണ് വരുന്നത്. ഇത് ഒരു ഷോക്കേസ് രീതിയിൽ, ഒരു ഷോക്കേസ് എന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ഇതിൽ ബ്ലാക്ക് ടിൻഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത്, അതും ചാമ്പ്യൻ സ്റ്റീലിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണിൻ്റെ പ്രത്യേകത, ഇവരിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് 2 കളറാണ്. സോ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു കളറും അതുപോലെ തന്നെ വൈറ്റും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള കളറിൽ അതേ സെയിമാണ് ലോഫ്റ്റിൽ അവർ ചെയ്തിട്ടുള്ളത്. സോ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കാണ് അവരിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളതുപോലെ അത് ക്ലയൻറ്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേലെ കംപ്ലീറ്റ് ലോഫ്റ്റും ഇവിടെ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം. അതുമാത്രമല്ല ഈ ഷീറ്റിലെ പ്രത്യേകത നോക്കിയാൽ ഇതിൽ ഗ്രെയിൻസ് ഉണ്ടാവും. എല്ലാം ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഗ്രെയിൻസ് ആണ് ഇതിൽ കാണുന്നത്. സോ എല്ലാം ലിങ്ക് ആവുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കിച്ചണാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പൈസ് റാക്കും നമ്മൾ ഇതിന് താഴെയായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടലായിട്ട് ഒരു കിച്ചൺ, ഒരു ചെറിയ കിച്ചൺ എങ്ങനെ വർക്ക് ചെയ്തെടുക്കാം എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണിത്. നമുക്കിനി ഈ വീട്ടിൽ ഒരു റൂമുണ്ട്, നമുക്ക് ആ റൂമിലോട്ട് പോകാം. ഫസ്റ്റ് ബെഡ്റൂമാണ്, ഒരൊറ്റ റൂമേ ഉള്ളൂ ഈ വീട്ടിൽ. ആ റൂം മാത്രം നമുക്ക് കണ്ടിട്ട് വരാം. അതിൽ വാർഡ്രോബ് പ്ലസ് ലോഫ്റ്റാണ്, നമുക്കത് പോയി കണ്ടിട്ട് വരാം. ഈ വീട്ടിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ, ആ ബെഡ്റൂമാണിത്. ആ ബെഡ്റൂമിൽ നമ്മൾ ചെയ്തു കൊടുത്ത ഒരു വാർഡ്രോബാണിത്. ഡിസൈനിങ് വർക്കാണ് നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇതിൽ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ട്യൂബ് ഹാൻഡിലൊക്കെ നമ്മൾ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്യൂബ് ഹാൻഡിലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 കളറുള്ള ഷീറ്റാണ് ഇവരിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ കോംബോ ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുമല്ലാതെ ഡിഫറെൻറ്റ് ഷേപ്പിലാണ് നമ്മളതിന് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അവരിവിടെ സിവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കടപ്പാക്കല്ല് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഔട്ടർ ലൈൻ മാത്രമാണ് നമ്മൾ അവർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും ഒരു ഡിഫറെൻറ്റ് കളർ പാറ്റേണിൽ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിന് നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോഫ്റ്റ് ഉണ്ട്. ആ ലോഫ്റ്റ് ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടാലറിയാം. ഇവിടെ നമ്മൾ താഴെ യൂസ് ചെയ്ത അതേ കളർ തന്നെയാണ് നമ്മൾ അവിടെ ലോഫ്റ്റിന് യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം ചാമ്പ്യൻ സ്റ്റീൽ വർക്ക് ചെയ്തെടുത്തിട്ട് നമ്മളൊരു HPL ഷീറ്റിൽ അത് ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കണം. സോ ഇതാണ് ഈ ബെഡ്റൂം. ഈ വീട്ടിലുള്ള എല്ലാം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ കണ്ടത് TV യൂണിറ്റാണ്. അതിനുശേഷം കിച്ചൺ കണ്ടു. അതല്ലാതെ ബെഡ്റൂമിലുള്ള ഒരു വാർഡ്രോബും ലോഫ്റ്റും ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ അലുമിനിയത്തിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഈ വീഡിയോ കണ്ടത് മൂലം നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം TV യൂണിറ്റിൻ്റെ ഈ എഡ്ജസ് ഇതെല്ലാം എങ്ങനെ ക്ലിയർ ചെയ്യാം,
അല്ലെങ്കിൽ അലുമിനിയത്തിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് കുറേ ആശയക്കുഴപ്പങ്ങളുണ്ടാകും. അതെല്ലാം ഇതിൽ ഞാൻ ക്ലിയർ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ വർക്ക് ചെയ്യണം, അതും നിങ്ങളുടെ ഒരു പ്ലാനിൽ വർക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 100% ചെയ്തു തരും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് A1 ഇൻറ്റീരിയേഴ്സിൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക, ഞങ്ങളുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞങ്ങൾ ഇതിൽ തന്നെ താഴെ നിങ്ങൾ മാനേജേഴ്സിന് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, മറക്കാതെ കോൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചാൽ മതി. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് അവർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഒരിക്കൽ കൂടി വരാം. അതുവരെയും